വചനപ്രഭാതത്തിന് വേണ്ടി 32-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ടവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. ആകരുത് ആകരുത് ആയാൽ നിങ്ങൾക്ക് ദൈവാലോചന പ്രകാരം ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്നവർ എന്ന ഒരു സന്ദേശത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്താലുള്ള ഉപദേശം പള്ളിയിൽ നിന്ന് ലഭിക്കും, എന്നാൽ അത് മാത്രം പോരാ. ദൈവത്താലുള്ള ഉപദേശം ബൈബിൾ വായിക്കുമ്പം കിട്ടും, പക്ഷെ അത് മാത്രം പോരാ. അന്തരാത്മാവിൽ ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുകയും ആലോചന പ്രാപിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് നമ്മുടെ നേച്ചറിനൊരു മാറ്റം വരണം. ഇതാ, മനുഷ്യനിപ്പോൾ മൃഗത്തെ പോലെ പ്രവർത്തിക്കുന്നു. കാല് രണ്ടേ ഉള്ളൂ എങ്കിലും നാൽക്കാലിയുടെ സ്വഭാവം പലപ്പോഴും കാണിക്കുന്നു, അല്ലേ? നാൽക്കാലിയേക്കാൾ അപമാനകരമായി പ്രവർത്തിക്കുന്നു. ചുരുക്കം ചില കേസുകളെ ഉള്ളെങ്കിൽ പോലും മൃഗത്തിന് പോലും അപമാനമാണ് മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുന്നത്. ആരോ പറഞ്ഞു, കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെന്ന് പറഞ്ഞാൽ കുരങ്ങ് എതിർക്കുമെന്ന്. കുരങ്ങിന് അപമാനമാണെന്ന്. കാരണം അതിനേക്കാളും വളരെ അധപ്പതിച്ചു പോയി. ഒരു കുരങ്ങ് പോലും തൻ്റെ കുഞ്ഞിനെ കൈവിടുകയില്ല, വിൽക്കുകയില്ല, കൊല്ലുകയില്ല. പക്ഷെ മനുഷ്യൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുരങ്ങ് പോലും തൻ്റെ ഭാര്യയെ അടിച്ചു കൊല്ലുകയില്ല. ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആരെങ്കിലും വെടിവെക്കാനൊക്കെ വന്നാലും കുടുംബത്തെ കെട്ടിപ്പിടിച്ച് കുരങ്ങ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ചാകുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ചത്തോളാം എന്നാണ് പറയുന്നത്. അപ്പോ പക്ഷേ മനുഷ്യൻ മൃഗത്തെ പോലെയാകുന്നു, മൃഗത്തെക്കാൾ അധപ്പതിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ നീ മനുഷ്യനെ പോലെ ആവണം. നോക്കൂ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. ആകരുത്. അപ്പൊ ആയിക്കഴിഞ്ഞു, ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പ്രത്യേകത? നാലുണ്ടാവുകയല്ല. വ്യത്യാസം ഇതാണ്: അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരും. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അപ്പോ കുതിരയെയും കോവർ കഴുതിയെയും നിയന്ത്രിക്കുന്നത് അതിൻ്റെ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഈ മൃഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മൂക്ക് തുളച്ച് കയറിട്ടിട്ടാണ് പശുവിനെയും കാളയെയും പോത്തിനെയും ഒക്കെ വീടുകളിൽ വളർത്തുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ആ മൂക്ക് കയറയിൽ ഇങ്ങനെ പിടിച്ചാൽ പിടിച്ചിടത്ത് നിൽക്കും. കഴുത്തെ കയറിട്ടാ നിൽക്കത്തില്ല, നമ്മളെ കൊണ്ടുപോകും. ഈ മൂക്ക് കയറിടുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്.
അതിന് ചില ആളുകളെ വിളിച്ചുകൊണ്ട് വരും. ഡോക്ടറാ വരേണ്ടത്, പക്ഷെ ഡോക്ടറെ ഒന്നും എപ്പോഴും കിട്ടത്തില്ല. അപ്പം ഈ മൂക്കിൻ്റെ അകത്ത് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കൈകൊണ്ട് അവർ നോക്കിയിട്ട് ചാക്ക് തയ്ക്കുന്ന സൂചിയുടെ വലിപ്പമുള്ള വലിയ സൂചി കുത്തി അങ്ങ് കിടത്തി വലിച്ചിങ്ങോട്ടെടുക്കുമ്പോൾ ഈ സൂചിയുടെ അറ്റത്തൊരു ചരടാണ്. ആ ചരടങ്ങ് കയറ്റിയിട്ട് വെറുതെ ഒന്നങ്ങ് കെട്ടിവെക്കും. എന്തൊരു വേദനയാണ്. അപ്പം ഞാനൊക്കെ ഈ മൃഗങ്ങളെ വളർത്തിയിട്ടുള്ളവനാണ്. വീട്ടിലെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ പേരിട്ട് നമുക്ക് നമ്മുടേതൊന്നും പറഞ്ഞൊരെണ്ണത്തിനെ തരുമായിരുന്നു. അതിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് സഹിക്കാൻ പറ്റൂല. എന്നിട്ടോ 2 ദിവസം കഴിയുമ്പോൾ ഈ ചരടെ പിടിച്ച് ഇങ്ങനെ വലിക്കും. അത് കട്ട പിടിക്കാതിരിക്കാനാ വീണ്ടും വന്ന് മുറിവ് ഉണങ്ങരുത്. അവിടെ തഴമ്പാക്കണം, ഒന്ന് സ്ട്രോങ് ആക്കണം, അല്ലെ കീറിപ്പോവുകയല്ലേ. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് ആ ചരട് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ചരട് അങ്ങോട്ട്. എന്തിനാ? കൺട്രോൾ ചെയ്യാൻ. വേദനയിലൂടെ മാത്രമേ കുതിരയെ കഴുതയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. മുഖപ്പട്ട അതെന്തിനാണ്? ഇതിന് സെൽഫ് കൺട്രോൾ ഇല്ല. എന്തെങ്കിലും കണ്ടാൽ അങ്ങോട്ട് നോക്കും. എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെറുപ്പക്കാരായ സഹോദരങ്ങൾ ഇത് നന്നായിട്ട് കേൾക്കണം. നമുക്ക് കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോവുക. എന്തെങ്കിലും ആരെങ്കിലും കണ്ടാൽ അങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ പോണ വഴി തിരിഞ്ഞു നോക്കി പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു വല്ലാത്ത കാലമാണേ. അതെല്ലാം പറയാൻ ഇപ്പം നേരെയില്ല. അപ്പോ നമ്മളെ ദൈവം അടിയാൻ ഇട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങളുടെ ആരുടെയും മൂക്ക് തുളച്ചിട്ടുണ്ടോ? ഇല്ല. കയ്യെ കയറുണ്ടോ? കഴുത്തെ കയറുണ്ടോ? കാലേ കയറുണ്ടോ? ഇല്ല. പിന്നെ ദൈവം നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ നേച്ചർ ചേഞ്ച് ചെയ്താലേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനാകണം, കഴുതയാകരുത്. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.